കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള റേച്ചലിനെയാണ്. അവളിപ്പോ ഒരു ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് വന്നേക്കാണ്. പക്ഷെ ഇവൾക്ക് അത്ര സ്വയം റേച്ചൽ, നീ ഇവിടെ വന്നേക്കുന്നത് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ അല്ല, ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് സ്വയം കൂളാക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള മിസ്റ്റർ മോയാണ്. എന്നാൽ നമ്മുടെ റേച്ചലിനെ ഇവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഇവനൊന്ന് നമ്മുടെ റേച്ചലും നല്ല കൂളായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവനോട് ഇവന്റെ ഫേസ് കാണുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഇവനോട് ഹായ് സർ, ഒരുപാട് സമയമായി വന്നിട്ട്, ഞാൻ നിങ്ങളോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഡേറ്റിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴും മോയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഫേസ് ഫുള്ള് കവർ ചെയ്ത് മിണ്ടാതിരിക്കുകയാണ്. അപ്പോ ഇവളവനെ മിസ്റ്റർ ഇവൾക്ക് നല്ല ദേഷ്യം വരാണ്. നീ എന്താ ഇവിടെ എന്നവനോട് ചോദിക്കുമ്പോ മോ അവളോട് എനിക്കെന്താ ഇവിടെ വന്നൂടെ, പക്ഷേ ഇത് നീ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എന്തായാലും ദീദിയായിട്ട് നമ്മളെ കൂട്ടിച്ചേർത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവള് അവളുടെ ദേഷ്യം വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവള് പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ പോകുന്ന വഴിക്ക് അവളുടെ കാല് സ്ലിപ്പായിട്ട് അതൊരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷമായിരുന്നു. പക്ഷെ നമ്മുടെ റേച്ചൽ എഴുന്നേറ്റ് ഇവന് നല്ലത് പൊട്ടിക്കുന്നു. എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് അപ്പോ നമ്മുടെ മോ ഇവളോട് നിനക്ക് ശരിക്കും എന്താ പ്രശ്നം, നീ ഇപ്പോ ഇതും കൂടെ കൂട്ടി എന്നെ മൂന്നാമത്തെ തവണ അടിക്കുന്നത് എന്ന് പറയുമ്പോ ഇവള് അത് നീ അർഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോ ഇവനെ മറ്റു 2 തവണ അടിച്ചത് എന്തിനാണെന്ന് നമുക്ക് അതായത് ഒരു 1 വീക്ക് മുന്നേ റേച്ചൽ ഇപ്പോ ഒരു ജ്വല്ലറിയില് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അതിനു വേണ്ട ജ്വല്ലറീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ സ്റ്റെപ്പ് മദർ ഇവളെ കോൾ ചെയ്തിട്ട് റേച്ചൽ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിനക്കൊരു വലിയ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നാളെ തന്നെ നീ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് പറയുന്നു. അപ്പോ ഇവർക്ക് അറിയാം ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം. അപ്പോ അത് അറിഞ്ഞു വെച്ചിട്ടും ഇവരിങ്ങനെ പറയുമ്പോ ഇവള് അവരോട് നിങ്ങൾ എന്റെ കാര്യത്തിൽ കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ലീയും തമ്മിൽ 2 വർഷത്തെ റിലേഷൻഷിപ്പാണ്, അത് ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേരാണ് ലീ. അപ്പോ അത് കേട്ട് സ്റ്റെപ്പ് മദർ, ശരി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ എന്തുകൊണ്ട് അവൻ നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവന്റെ ഫാമിലിയുടെ അടുത്തോ അല്ലെങ്കിൽ ഇവള് എന്തായാലും നാളെ അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം എല്ലാവരുടെ മുന്നിലും അനൗൺസ് ചെയ്യും എന്ന് പറയുമ്പോ സ്റ്റെപ്പ് മദറും ശരി ആയിക്കോട്ടെ, പക്ഷെ അവൻ അത് അനൗൺസ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നീ ഞാൻ പറയുന്ന മോ ഫാമിലിയിലെ മിസ്റ്റർ മോയുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോവാൻ തയ്യാറായിക്കോ എന്ന് പറയുന്നു. ആ ഒരു ഫാമിലി അവിടുത്തെ വലിയ ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പോ അത് കേട്ട് ഇവള് മുന്നിൽ ചാടി ചാവുന്നതാ, അത്രയ്ക്ക് ഭാഗ്യക്കേടൊന്നും എനിക്ക് എന്തായാലും ഇല്ല, ഞാൻ എന്തായാലും അവനെ പോലെ ഒരുത്തനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവളെ സംസാരിക്കുന്ന കാര്യങ്ങളെ എല്ലാം തന്നെ നമ്മുടെ മോ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അതുവഴി പാസ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോഴാണ് തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് തന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പൊ ഇവള് അവളുടെ സ്റ്റെപ്പ് മദറിനോട് തനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലീയെ വിളിക്കുന്നു. എന്നിട്ട് അവനോട് നീ എപ്പോഴാ ഞാനോടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അമ്മയോട് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവൻ അതെന്തായാലും നാളെ ഞാൻ പറയാം, നമുക്ക് നാളെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഞാനിപ്പോ ഒരു വലിയ മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ അവൻ മീറ്റിംഗിലൊന്നും അല്ല, അവൻ മറ്റൊരു പെണ്ണിനോടൊപ്പം കൊഞ്ചിക്കൊണ്ട് നിൽക്കാണ്. അവളുടെ പേര് മിയ എന്നാണ്. അവള് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഫ്രണ്ട് ആണ്. പക്ഷെ ഇവര് 2 പേരും റേച്ചലിനെ ചീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അപ്പോ ലീ റേച്ചലിനോട് നാളെ അവളുടെ കാര്യം ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞത് കേൾക്കുമ്പോ മിയ ഇവനോട് അപ്പൊ നീ നാളെ അവളുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പോവാണോ, നീ അവളുടെ സന്തോഷമാണല്ലേ ആഗ്രഹിക്കുന്നത്, അപ്പൊ പിന്നെ നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുമ്പോ അവൻ അവളുടെ സന്തോഷം അവള് ആ ഒരു ഫോണൊക്കെ വെച്ചിട്ട് ലീയുടെ അമ്മയ്ക്കുള്ള ഒരു നെക്ലസ് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം പാക്ക് ചെയ്യാനായിട്ട് സെയിൽസ് ഗേളിനോട് പറയുന്നു. പക്ഷെ ഇവളെ സംസാരിച്ച കാര്യങ്ങളെ എല്ലാം തന്നെ പുറകെ നിന്ന് മോ കേട്ടുകൊണ്ട് നിൽക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾ ഈ ഒരു നെക്ലസ് എടുക്കാൻ പറയുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് വന്ന് അത് തനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോ റേച്ചല് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്
പക്ഷെ നിങ്ങൾ ഇതിന് പേ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സെയിൽസ് ഗേളും റേച്ചലിനോട് മാഡം ക്ഷമിക്കണം, ഇത് നമ്മുടെ ഗോൾഡൻ കസ്റ്റമർ ആണ്, ഇദ്ദേഹത്തിന് തന്നെ ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ ഇവളുടെ ആ ഒരു ദേഷ്യം കളഞ്ഞിട്ട് വളരെ സൗമ്യമായിട്ട് സർ ഇതെനിക്ക് തന്നൂടെ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ കുഞ്ചി ചോദിക്കുന്നുണ്ടെങ്കിലും അവനും ചിരിച്ചുകൊണ്ട് ഞാൻ തന്നേക്കാം എന്നൊരു മറുപടി പറയാൻ പോകുന്ന പോലെ വരുന്നുണ്ടെങ്കിലും എന്ന് തന്നെ പറയുന്നു. അപ്പോ റേച്ചലും എങ്കിൽ പിന്നെ ശരി, നിങ്ങൾ അതെടുത്തോ, എനിക്കത് വേണ്ട, ദേ ഇതങ്ങ് എടുത്തേക്ക് എന്ന് പറയുമ്പോ വീണ്ടും മോ അവന് അതും വേണോ എന്ന് പറയുന്നു. അപ്പൊ ഇവള് ഒന്നും മനസ്സിലാവാതെ തനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവൻ അവളോട് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളെ വെറുതെ കുറ്റം പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ, അതുകൊണ്ട് തന്നെ നീ എന്നെ വീചാറ്റിൽ ആഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് എന്നോട് ക്ഷമ ചോദിക്കാനായിട്ട് പറയുന്നു. അപ്പോ അറിയില്ല ഇവളുടെ മുന്നിൽ നിൽക്കുന്നത് മിസ്റ്റർ മോയാണ് എന്ന കാര്യം, അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതെ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ എനിക്കത് തലയ്ക്കൊല്ല ഓളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താ മതി എന്ന് പറയുമ്പോ ഇവള് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കാലില് ഒരു വലിയ ചവിട്ട് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. അപ്പോ ഇവൻ അവളോട് പോവരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്ന വഴി ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് അവന് നല്ല തുരണം പൊട്ടിക്കുന്നു. അതാണ് ഫസ്റ്റ് അടി. അപ്പോ മോ അവളോട് ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് പക്ഷേ നിങ്ങൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ നല്ല ഫിഗർ തന്നെയാ എന്ന് പറഞ്ഞിട്ട് നീ നേരത്തെ പറഞ്ഞ ആന്റിക്ക് ഈ മുത്തു വെച്ചുള്ള ആഭരണങ്ങൾ ഒന്നും തന്നെ പിടിക്കില്ല എന്ന് പറയും. ഉദ്ദേശിച്ചിട്ട് അവള് നല്ലത് ഇവനിക്ക് കൊടുക്കുന്നു. ഇവന് ആ ഒരു ലീഡ് അമ്മയെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോ ഇവളുടെ ഈ ആക്രമണം സഹിക്കാതെ ഇവൻ അവളോട് നിന്നെ പോലെ ഒരുത്തിയെ ആരാ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ റെഡിയാണ്, പക്ഷെ നീ എന്റെ കാല് പിടിച്ച് പറയണം. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കാണ്. അവൾ ആഗ്രഹിച്ച ആ ഒരു സാധനം അവളുടെ ബോയ്ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങാൻ സാധിച്ചില്ലല്ലോ. അത് മാത്രമല്ല ലീഡ് എടുത്ത് അത് വാങ്ങുന്നതിനെ പറ്റി പറയുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇവള് ഇപ്പോ നല്ല ദേഷ്യത്തിൽ നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ആ കടയിലുണ്ടായിരുന്ന ആ ഒരു സെയിൽസ് ഗേൾ വന്നിട്ട് ഇവളോട് മാഡം ഇതിന്റെ പൈസ എല്ലാം അദ്ദേഹം ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ ജോലി ആയിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളെ ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അപ്പോ അവളത് വാങ്ങുന്നതൊക്കെ മോ മറിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാണ്. അപ്പോ ഇവളുടെ മനസ്സിൽ ഇയാൾ എന്ത് മനുഷ്യനാണ് എന്നാണ്. കാരണം അത്രയും റൂഡായിട്ട് പെരുമാറിയിട്ട് അവസാനം ഇവൾക്ക് തന്നെയാണല്ലോ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ലീഡ അമ്മയോടൊപ്പം കൂടെ തന്നെ മിയയും ഉണ്ട്. അപ്പൊ നമ്മുടെ റേച്ചല് അങ്ങോട്ടേക്ക് വന്ന് വളരെ സന്തോഷത്തില് അവള് ആ ഒരു വാങ്ങിയ ഗിഫ്റ്റ് ഇവർക്ക് പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ അത് ഫുള്ള് മുത്തു വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവർക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ വിചാരം അത് ചെയ്യുന്നു. അപ്പോ മിയ അവരോട് ആന്റി റേച്ചലിന്റെ ഇപ്പോഴത്തെ ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇവൾക്ക് ചിലപ്പോ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ റേച്ചലിന് നല്ല ഇൻസൾട്ട് ആവുന്നു. അപ്പോ ഇവളോട് ഒന്നാമത് ഒരു ചെറിയ ഫാമിലി, അതിന്റെ കൂടെ ഇപ്പൊ താങ്ങാൻ വയ്യാത്ത കടവും, നിനക്ക് എന്റെ മുന്നിൽ വരാൻ നാണോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഇൻസൾട്ട് ആവുന്നുണ്ട്. അപ്പോ മിയ അത് കേട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ നമ്മുടെ റേച്ചല് ലീഡ അമ്മയോട് ആന്റി ഈ നെക്ലസ് നിങ്ങൾക്ക് കണ്ടിട്ട് വെറും സാധാരണ ആയിട്ടാണോ തോന്നിയത്, പക്ഷേ ഇത് ഫേമസ് ഡിസൈനർ ആയിട്ടുള്ള സാനി ഡിസൈൻ ചെയ്തതാണ് എന്ന് പറയുമ്പോ അവരൊന്ന് വീഴുന്നു. അപ്പോ സ്വീകരിക്കുന്നു. പക്ഷെ മിയയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഇപ്പൊ ഇവള് ആ ഒരു ഫംഗ്ഷനില് ലിയെ കാത്തു നിൽക്കാണ്. പക്ഷെ അവൻ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ അപ്പോഴേക്കും ഇവളെ പീഡിപ്പിച്ചുകൊണ്ട് നമ്മുടെ മോ അങ്ങോട്ടേക്ക് വരുന്നു. അവനും ആ ഒരു ഫംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. െല്ലാം നീ എങ്ങനെയാ വരുന്നത്, ഓ നീ നിന്റെ പൈസയ്ക്ക് വേണ്ടിട്ടാണോ എന്റെ പിന്നാലെ ചുറ്റി തിരിയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ പൈസയോ അതാർക്ക് വേണം, അതിനെ ഞാൻ കെയർ ചെയ്യാറേ ഇല്ല, പക്ഷേ നിനക്ക് പൈസ തിരിച്ചു തന്നാലേ പറ്റൂ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ എങ്ങ എടുത്തേക്ക്, ഞാൻ അതിൽ പൊരുത്തപ്പെട്ടോളാം എന്ന് പറയുമ്പോ ഇവൾ അവനോട് നിശ്ചയ
ാണ് രണ്ടാമത്തെ അടി. അപ്പോ ഇവൻ വീണ്ടും കൊണ്ടിട്ടും പഠിക്കാതെ അവളോട് ചെന്നിട്ട്, നീ ആരെ വെയിറ്റ് ചെയ്താ ഇവിടെ നിൽക്കുന്നത്? നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവൻ എന്തായാലും നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവന്റെ ശല്യം കാരണം ഇവള് വീണ്ടും അവന് നല്ലത് കൊടുത്തിട്ട് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. മിയ ലിയോട്, എനിക്ക് അവൾ ഇങ്ങോട്ട് വന്നിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്തൊരു ശല്യാണ് എന്ന് പറയുമ്പോ ലീ അവളോട്, നീ വിഷമിക്കാണ്ടിരിക്കെ എന്റെ ഹൃദയത്തില് നിനക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചലോട് ായിട്ട് നേരെയാവുന്നു. അപ്പോ മോ അവരോട്, അയ്യോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, എന്നെ കണ്ടോണ്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോ ലീ അവനോട്, ഓ പിന്നെ ആരാ ഇതൊക്കെ എന്നോട് പറയുന്നത്, എന്നെക്കാളും പെൺ വിഷയത്തില് നോളജ് കൂടുതൽ നിനക്കല്ല എന്ന് ചോദിക്കുന്നു. അപ്പോ മോ അവരോട്, അയ്യോ ഇതത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കളയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഇവള് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലീയും അതേപോലെ തന്നെ മിയയും ഒരുമിച്ചാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ലീ പെട്ടെന്ന് അവളോട്, ഉടനെ തന്നെ നിന്റെ ബർത്ത്ഡേ വരികയല്ലേ, അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് പറയുന്നു. ഓൾറെഡി ഫിയാൻസി ഉണ്ട്. അപ്പോ അവളും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് മോയുടെ അടുത്തും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് പറയുന്നുണ്ട്, അവർക്ക് തമ്മിൽ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ. പക്ഷെ അവൻ അവിടെ നിന്ന് പോവില്ല എന്ന് തീർത്ത് പറയുന്നു. അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി റൈറ്റ് അവരുടെ മുന്നിൽ ഇത് പബ്ലിക് ആക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കാര്യം പറയാൻ പറ്റിയ സമയം ഇതല്ലെന്നാ. ഇപ്പൊ നമ്മൾ ഈ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, ആൾക്കാർക്ക് ചിന്തിക്കാനായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള്, നീ എന്തിനാ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോ അവൾക്ക് ഒന്നാമത് ദേഷ്യം വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോ എടുത്ത് ഇവനെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ മോ അവളോട്, എടി നിനക്ക് ആള് മാറി പോയതാണോ എറിഞ്ഞത്, ശരിക്കും നീ എന്നെയല്ല ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോ റേച്ചല് ലീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, ഇല്ലച്ച അവൻ പയ്യെ പറഞ്ഞോളാന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോ സ്റ്റെപ്പ് മദർ, നിനക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ ആയിരിക്കാം എടുക്കാൻ പറ്റുന്നത്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ ഇപ്പോ ഒട്ടും ശരിയല്ല, അതുകൊണ്ട് തന്നെ നീ മിസ്റ്റർ മോയോ ആയിട്ട് ഡേറ്റിന് പോകാൻ തയ്യാറായിക്കോളാൻ പറയുന്നു. ായിട്ട് തുടങ്ങുന്നു. അവരുടെ ഹസ്ബൻഡിനോട്, നമുക്ക് എന്തുമാത്രം കടമാണുള്ളത്, ഇതൊക്കെ ഏത് കാലത്താ തീർക്കാൻ സാധിക്കുന്നത്, ഇപ്പോ നിങ്ങളുടെ ഹെൽത്തും ഒട്ടും ഓക്കെ അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നടുതെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോ അവളുടെ അച്ഛനും സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ ഇവള് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് ഓടിച്ചെല്ലുന്നു. അപ്പോ അച്ഛൻ അവളോട്, മാച്ച് അല്ല, തീർച്ചയായും മിസ്റ്റർ മോ നിനക്ക് മാച്ച് ആയിട്ടുള്ള വർത്തിയായിട്ടുള്ള ഒരു പയ്യനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്റ്റെപ്പ് മദറും, അതെ മിസ്റ്റർ മോയെ ഇന്ന് വരെ ആരും കണ്ടിട്ട് പോലുമില്ല, ആ വ്യക്തിയെ കാണാൻ കിട്ടുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമല്ലേ, തീർച്ചയായും നമ്മുടെ കുടുംബം ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഫാമിലി സിറ്റുവേഷൻ എത്ര മോശമാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ അവരോട് ഓക്കെ അമ്മ ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കാണ്. അപ്പൊ ഇവനടുത്തേക്ക് ചെന്ന്, എന്തു പറ്റി അമ്മേ, സാധാരണ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ബഹളം വെക്കാൻ തുടങ്ങുന്നതല്ലേ, ഇപ്പൊ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ അമ്മ ഇവനോട്, നീ നാളെ തന്നെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവാനായിട്ട് അമ്മ വീണ്ടും മിസ് റൈച്ചലിനോട്, ഞാൻ നാളെ ആ കഫേയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ നാണം കിടുമല്ലോ എന്ന് ചോദിക്കുമ്പോ, ആര്, റൈച്ചലോ എന്ന് മോ അമ്മയോട് ചോദിക്കുന്നു. അപ്പൊ അമ്മയും, അതെ സെങ് ഫാമിലിയിലെ മൂത്ത പെൺകുട്ടിയാണ്, പഠിത്തത്തിൽ